മുകേഷ് എന്ന വിഷയം പോലെയാണോ രാഹുൽ മാങ്കൂട്ടം വിഷയം നിൽക്കുന്നത്? നമുക്ക് ഗൗരവതരത്തിൽ ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ നിന്നും ഞങ്ങൾ എവിടെ ഒളിച്ചോടുന്നില്ല. മുകേഷിൻ്റെ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒന്നുപോലെയാണോ? മുകേഷിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനതിൻ്റെ ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ എങ്കിൽ പോലും 2010-ലും 2011-ലും നടന്നൊരു സംഭവം 2012-ൽ ഇതാ എന്നെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ തന്നെ എൻ്റെ കയ്യിലുണ്ട്, വീഡിയോ. അത് 24-ൻ്റെ കയ്യിലുമുണ്ടല്ലോ. അതിൽ തന്നെ ഈ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള ഞാൻ 1 ലക്ഷം രൂപ ചോദിച്ചു, 25,000 ഒറ്റ സെക്കൻഡ് വിജയൻ. അതായത് 2010-ലെ ലൈംഗികാതിക്രമം 2024 ഓഗസ്റ്റ് 28-ന് ബലാത്സംഗത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഒക്ടോബർ 22-ന് വടക്കാഞ്ചേരി പോലീസ് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ച് പിന്നീട് മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തി വിട്ടയക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അതിന് CPM നേതൃത്വം അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു ന്യായമുണ്ടല്ലോ. അതായത് ഇതുപോലെ സമാനമായ കുറ്റാരോപിതരായിട്ടുള്ള ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടില്ല. ഇനി മുകേഷ് രാജിവെച്ച ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് നൽകാൻ കഴിയും, പക്ഷേ MLA സ്ഥാനം അങ്ങനെ നൽകാൻ കഴിയില്ല. ഈ യുക്തി നിരത്തിയ CPIM-ന് എന്ത് ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങാനുള്ളതിൽ സമരം നടത്താനുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇതിൽ ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങേക്ക് തന്നെ വളരെ സീനിയറായ ഒരു മാധ്യമപ്രവർത്തനത്തിൽ അങ്ങേക്ക് തന്നെ അറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയവും മുകേഷ് വിഷയവും ഒരേ ത്രാസിൽ നിങ്ങൾ ചർച്ച ചെയ്യരുത്.